ഹായ് ഗൈസ്, ട്രെയിനൊക്കെ കയറി എങ്ങോട്ടാണ് യാത്ര നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ? എങ്ങോട്ടുമില്ല, തിരൂരിലെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രെയിൻ ഇറങ്ങി നേരെ നടന്ന് സ്റ്റാൻഡിലോട്ട് പോയി അവൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ തിരൂരുള്ള എ കെ മാളിലോട്ടാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എ കെ മാളിലെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഞാവൽപ്പഴം കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കവറിലിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. പക്ഷേ നമ്മളെ നാടൻ ഞാവൽപ്പഴത്തിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇത്. പിന്നെ ഞാൻ വേസ്റ്റ് അങ്ങോട്ടൊക്കെ ഇടുമ്പോൾ അവൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി കേട്ടോ. ഞങ്ങളൊരു പീസ് ബ്രോസ്റ്റും പിന്നെ അതുപോലെ സിംഗർ സാൻഡ്വിച്ചും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്ടോ ഞങ്ങൾ ഞാവൽപ്പഴം മുഴുവനായിട്ട് കഴിച്ചു അവിടെ ഇരുന്നിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടോ. നമ്മൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫുഡൊക്കെ കിട്ടിയത്. പക്ഷേ അപ്പോഴത്തേക്കും ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി ഗൈസ്. ചെറിയൊരു പീസ് ചിക്കനും അതുപോലെ തന്നെ നമ്മൾ സിംഗർ സാൻഡ്വിച്ചാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഇടുന്നുണ്ട്. പക്ഷെ അത് അത്ര വേർത്തായിട്ട് നമ്മൾ തോന്നിയില്ല. നമ്മൾ കൊടുത്ത പൈസയുടെ വേർത്തായിട്ട് തോന്നിയില്ല കേട്ടോ. ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഫ്രൈഡ് ചിക്കനും പിന്നെ അതുപോലെ ലീഫും മാത്രം വെച്ചിട്ടാണ് നമുക്ക് സാൻഡ്വിച്ച് തന്നത്. പക്ഷെ എനിക്കത്ര കഴിച്ചു നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. നന്നായിട്ട് നമ്മളെ ചിക്കൻ കറി പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള മാക്സ് ഷോപ്പിലൊക്കെ കയറി വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു.